ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഫോർ ദ ലേസി പീപ്പിൾ ലൈക്ക് മീ പാർട്ട് 2 ആണ് കാണാൻ പോണത്. നമ്മൾ പലതരം പാൻ കേക്ക്സ് കഴിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ബനാന ദോശ പാൻ കേക്കാണ്. യെസ്, പേര് കേൾക്കുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും കാണാം. ഇപ്പോൾ നമ്മുടെ പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പഴം എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഏത് പഴമാണ് അവൈലബിൾ അത് എടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ഇങ്ങനെ മാഷ് ചെയ്ത് വെക്കുക. നിങ്ങൾ എത്ര പേരാണോ കഴിക്കുന്നത് അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാനും കുറയ്ക്കാനും നിങ്ങൾ നോക്കണം കേട്ടോ. ഞാനിവിടെ ഒരാളെ കഴിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ ഇതിൻ്റെ കൂടെ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് നമ്മുടെ വെല്ലം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ വെല്ലം ആഡ് ചെയ്യുക, അല്ല വെച്ചാൽ അത് വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെല്ലം ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഏലക്കായുടെ പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ അതിങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ദോശക്കല്ലിൽ ബട്ടറോ നെയ്യോ അല്ലെ എണ്ണയോ എന്ത് വേണമെങ്കിൽ നമ്മൾക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് പാൻ കേക്ക് പോലെ ഒരുപാട് പരത്തണ്ട, ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആവും. സോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. സോ ഗായ്സ്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സത്യം പറയുകയാണെങ്കിൽ സൂപ്പറായിട്ടുണ്ട്. കാരണം ഇത്രയും വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പാൻ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾ ആരും തന്നെ മിസ്സാക്കണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.